ഓക്കെ ഗൈസ്, കഴിഞ്ഞ പാട്ട് നമ്മളവിടെ നിർത്തി. നമ്മുടെ റെഡും അതുപോലെ തന്നെ ചോക്കും അതുപോലെ തന്നെ നമ്മുടെ ബോംബും എല്ലാവരും കൂടി നമ്മുടെ ആ രാജ്യത്തെ ആ ജീബിനെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. നമ്മുടെ പിഗുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുട്ടയും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കഴിഞ്ഞ പാട്ട് കാണാത്തവർ പോയി കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ വരും. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ റെഡിനോട് എല്ലാവരും മാപ്പ് ചോദിക്കുകയാണ്. കാരണം റെഡ് പറഞ്ഞതാണ് അവിടെ ഉള്ളവരോട് അവർ ദുഷ്ടന്മാരാണ്, അവരെ എന്തോ സാധിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. അങ്ങനെ അവർ റെഡിനോട് മാപ്പ് ചോദിക്കുകയാണ്. റെഡിനെ അവിടുത്തെ തലവനാക്കി മാറ്റുവാണ്. തലവൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ആളാക്കി മാറ്റുവാണ്. എന്നിട്ട് റെഡിനോട് എല്ലാവരും ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റെഡ് പറയുകയാണ്, എന്നോടാണോ, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് റെഡ് ഒരു കാര്യം കാണുന്നത്. അതായത് നമ്മുടെ വില്ലന്മാർ കൊണ്ടുവന്ന് നമ്മുടെ പിഗുകൾ കൊണ്ടുവന്ന് ഒരുപാട് ബോക്സുകളോ ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ വെച്ച് അവരൊരു ചെങ്കാറ് പോലെ ഒരു സാധനം ഉണ്ടാക്കുവാണ്, ഒരു തോണി പോലത്തെ ഒരു സംഭവം. അങ്ങനെ അതിൽ കയറിയിട്ട് അവരുണ്ടായിരുന്ന എല്ലാ ബേർഡ്സും കൂടി എല്ലാവരുടെയും ദേഷ്യം, അതായത് നമ്മുടെ റെഡിന് മാത്രമാണല്ലോ ദേഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും ദേഷ്യം ഉണ്ടാക്കിയിട്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് നമ്മൾ റെഡ്. എന്നിട്ട് അവരെല്ലാവരും അവരുടെ അടുത്തോട്ട് പോവുകയാണ്. നമ്മൾ അതിന് വേണ്ടിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ് ശരിയാക്കുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിഗുകളെയാണ്. പിഗുകളാണെങ്കിൽ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവരുടെ എഗ്ഗൊക്കെ ഉപയോഗിച്ച് അവർ ഒരുപാട് കാലമായിട്ട് ഇത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇത്രേ ഒരുപാട് ബേർഡുകളുടെ എഗ്ഗൊക്കെ അതൊക്കെ കിട്ടിയേക്കാണ് ഇവർക്ക്. എന്നിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ ഒരുപാട് പിഗുകളുണ്ട് അവിടെ. ഒരു വലിയ രാജ്യം തന്നെയായിരിക്കും പിഗുകളുടെ. അങ്ങനെ നമ്മൾ റെഡ് അങ്ങോട്ട് വരികയാണ്. റെഡ് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പിഗുകൾ കൊണ്ടുവന്ന ഒരു ചവണ പോലത്തെ ഒരു സാധനം വെക്കുവാണ് അവിടെ. അങ്ങനെ അവിടെ വെച്ചിട്ട് ഓരോ ബേർഡിനെയായിട്ട് നമ്മുടെ ആഗ്രിബേർഡ്സ് ഗെയിമിലുള്ള പോലെ തന്നെ ഓരോ ബേർഡിനെയായിട്ട് അതിൽ കയറ്റി ഇങ്ങനെ വിടുവാണ്. അങ്ങനെ വിട്ട് ഓരോരുത്തരും അവരുടെ മെയിൻ കോട്ടയിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ പലർക്കും വഹിക്കുന്നില്ല. മെയിൻ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ രാജാവ് താമസിക്കുന്ന രാജാവിൻ്റെ കോട്ട. അത് ആ സിറ്റിയുടെ ഏറ്റവും നടുവിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരുപാട് ബേർഡ്സും പോയിക്കൊണ്ടേയിരിക്കുവാണ് അങ്ങോട്ട്. അങ്ങനെ അടുത്തതായിട്ട് പോകുന്ന പക്ഷിയുടെ പേരാണ് ഹാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ബൂമറാങ് പോലെയാണ്. ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരും. അങ്ങനെ അവനെ പറത്തി വിടുവാണ്. അങ്ങനെ പോയി അവസാനം അവൻ കറങ്ങി പോയിട്ട് അവിടുത്തെ ഒരുപാടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ചാടിക്കറങ്ങി അവൻ അവസാനം റിട്ടേൺ തന്നെ വരുവാണ്. അങ്ങനെ റിട്ടേൺ വന്ന് നേരെ വന്ന് ഒരു മരത്തിന് പോയിട്ട് ഒറ്റ ഇടി അങ്ങ് ഇടിക്കുകയാണ്. അവൻ്റെ മൂക്ക് ആ മരത്തിൻ്റെ ഉള്ളിൽ കുത്തി അങ്ങ് കൊടുങ്ങുവാണ്. എന്നിട്ട് അവളെ കടന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മളൊരു വേറൊരു പക്ഷിയെ വിടുകയാണ്. അവനാണെങ്കിൽ ഒരു പോസ്റ്ററിൽ പോയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയായി കിടക്കുവാണ്. അങ്ങനെ അവിടുത്തെ കള്ളൻ്റെ ഊഴാണ്. അപ്പോൾ അവനെ പിടിച്ച് ഒറ്റ ഇറങ്ങേറിയാണ് ആ ചവണയിൽ ഇട്ടിട്ട്. അങ്ങനെ അവൻ നേരെ പോയിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ രാജാവ് കാണുന്നുണ്ട്. അപ്പോൾ രാജാവ് കാണുന്ന സമയത്ത് ബൈനോക്കുലർ എടുത്ത് നോക്കുവാണ്, ഇത് ആരടാ അവന്മാർ, ആരടാന്നൊക്കെ നോക്കിയിട്ട് ബൈനോക്കുലറോട് നോക്കുന്ന സമയത്ത് നമ്മൾ റെഡിനെ കാണുകയാണ്. അപ്പോൾ ഇവർ പക വീട്ടാൻ വന്നോ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ രാജാവ്. അങ്ങനെ പടന്മാരൊക്കെ റെഡിയാക്കാൻ പറയുകയാണ് നമ്മുടെ രാജാവ്. മുഴുവൻ പടന്മാരെ അവരുടെ അടുത്തോട്ട് പറഞ്ഞു വിടാൻ പോവുകയാണ് നമ്മുടെ രാജാവ്. അങ്ങനെ രാജാവാണെങ്കിൽ ഒരു മൈക്കൊക്കെ എടുത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്, നമ്മളെ എല്ലാ എഗ്ഗും ഇപ്പം തന്നെ തിന്നു തീർക്കണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ആ എഗ്ഗൊക്കെ പോവും, നമ്മുടെ ഈ രാജ്യം നശിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റെഡൊക്കെ കേൾക്കുവാണ്. അപ്പോൾ അവർ എഗ്ഗ് തിന്നാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഫുൾ സ്കോഡിനെ ഇറക്കാൻ പറ്റിയെന്നൊക്കെ റെഡൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം നമ്മുടെ മൾട്ടി ഈഗിൾ ബൈനോക്കുലറിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൾട്ടി ഈഗിളിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൾട്ടി ഈഗിളിന് വയസ്സായേക്കാണ്. മൾട്ടി ഈഗിളിന് പറക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വീഴാനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ മൾട്ടി ഈഗിൾ അവസാനം പറക്കുവാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ റെഡിനെയൊക്കെ കാണിക്കുവാണ്. നമ്മുടെ റെഡാണെങ്കിൽ ഒരാളെയും കൂടി വിടുകയാണ്. ഇവൻ്റെ പേര് ബുബിൾസ് എന്നാണ്. ഇവനാണെങ്കിൽ ഒരു വലിയ ബോൾ പോലെ ആവാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുട്ബോൾ വലിപ്പത്തിൽ ഇവനെ ആക്കിയതിന് ശേഷം ഇവനെയും പറത്തി വിടുവാണ്. അങ്ങനെ ഇവനാണെങ്കിൽ നേരെ ചെന്നൊരു ടൗണിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോയി വീഴുവാണ്. അങ്ങനെ അവിടെ പോയി വീണ സമയത്ത് എല്ലാവരും കൂടി അവൻ്റെ മേത്തോട്ട് അങ്ങ് ചാടി കയറുവാണ്. അങ്ങനെ ചാടി കയറുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു വലിയ ബോളായി മാറുവാണ്. അതായത് ആ ടൗണൊക്കെ തകർക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ബോളായി മാറുവാണ്. അങ്ങനെ ബോളായി മാറുന്ന സമയത്ത് നമ്മൾ റെഡ് പറയുന്നുണ്ട്, അവനെ കൊണ്ട് ഇത്രയൊക്കെ വലുതാവാൻ പറ്റുമായിരുന്നു, ഞാൻ ഇപ്പോഴാണ് എന്തൊക്കെ അറിയുന്നതെന്ന് പറയുന്നുണ്ട് നമ്മൾ റെഡ്. എന്നിട്ട് വാവ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ റെഡ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഊഴ എന്ന് പറയുന്നത്
നമ്മുടെ റെഡാണ് പോകുന്നത്. അപ്പോൾ റെഡിനോട് നമ്മുടെ ചൊക്കൊക്കെ പറയുന്നുണ്ട്, ബോംബൊക്കെ പറയുകയാണ്, നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കി, സോറി എടാ, നീ ഇനി ജീവിച്ചിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സോറി, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സാധനം വീട്ടിലെടുത്ത് വെച്ചിരുന്നു, അത് ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബോംബ്. അങ്ങനെ അവസാനം റെഡ് ഒന്നും മിണ്ടാണ്ട് പോടോ, ഞാനൊന്ന് നല്ലപോലെ മത്സ്യപാതനത്തോടെ പോട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവനെ വീണ്ടും ചവണയിൽ കയറ്റി വിടുവാണ്. അങ്ങനെ ചവണയിൽ കയറ്റി വിടുകയാണ് നമ്മുടെ റെഡിനെ. അങ്ങനെ റെഡാണെങ്കിൽ സ്പീഡിൽ തന്നെ പോവുകയാണ്. അങ്ങനെ സ്പീഡിൽ പോയിട്ട് നമ്മുടെ മെയിൻ കോട്ടയുടെ ഉള്ളിലോട്ട് കയറുകയാണ്. കോട്ടയുടെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും അവനെ നോക്കി നിൽക്കുവാണ്. അയ്യോ അവൻ ചത്തുപോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അവൻ പറയുകയാണ്, ഓ എനിക്ക് ജീവനുണ്ട്, ഞാൻ ചത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ കടന്നിട്ട് ആഘോഷിക്കുകയാണ്, ഓ അവൻ ചത്തിട്ടില്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ് അവൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അവിടുത്തെ രാജാവാണെങ്കിൽ എല്ലാ പടന്മാരെയും തയ്യാറാക്കുവാണ് നമ്മൾ റെഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ കോട്ടയുടെ ഉള്ളിലോട്ട് കടന്നല്ലോ, അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പടന്മാരെയും റെഡിയാക്കണം. പടന്മാരാണെങ്കിൽ വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് കാക്കൊക്കെ പാടി കുറേ പാട്ടൊക്കെ പാടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. റെഡാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ രാജാവ് വേഗം ഭക്ഷണം റെഡിയാക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ മുട്ടയും കൂടി എല്ലാവരും വരിക്ക് കൊണ്ടുപോവുകയാണ്. ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക്ക് കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിലോട്ട് കൊണ്ടുപോയി ഇടുവാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുന്നുകൊട്ടി വെക്കുവാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചൊക്കൾക്ക് നമ്മുടെ പിഗുകളാണെങ്കിൽ ഒരുപാട് വിമാനങ്ങൾ അവരുടെ അടുത്തോട്ട് വിടുന്നുണ്ടാവും. നമ്മുടെ റെഡിൻ്റെ ടീമിൻ്റെ അടുത്തോട്ട്. അവരാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ പക്ഷികളെ. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇതാക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ വിമാനമാണെങ്കിൽ പകുതിയൊക്കെ കേടുവന്ന വിമാനമായിരിക്കും, കൂട്ടിമുട്ടുന്നു, അവിടെ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വിമാനം തന്നെ അവിടെ വെച്ച് തന്നെ കേടുവരും. അങ്ങനെ അവസാനം നമ്മുടെ ആ വലിയ ചോപ്പ് കിളിയാണ് പോകുന്നത്. അവനാണെങ്കിൽ അവൻ തന്നെ കയറിയിരുന്നിട്ട് അവൻ തന്നെയാണ് അവനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവനെ പിടിച്ച് നിർത്താനുള്ള ആർക്കും ശക്തിയില്ലല്ലോ. അവൻ വലിച്ച് അവസാനം ആ കവനങ്ങ് പൊട്ടുവാണ്. അങ്ങനെ പൊട്ടുന്ന സമയത്ത് അവനങ്ങ് തെറിച്ചുവാണ്. അങ്ങനെ തെറിക്കുന്ന സമയത്ത് മോന്തൊക്കെ അങ്ങ് ഇടിച്ച് അങ്ങനെ തെറിക്കുവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ തൊള്ളയും പൊളിച്ച് നോക്കിയിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി നടന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നോക്കുവാണ്. ഈ സമയം നമ്മുടെ റെഡും ടീമും ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് പോയിട്ട് എഗ്ഗ് കണ്ടുപിടിക്കുകയായിരിക്കും. നമ്മുടെ ചൊക്കാണെങ്കിൽ സ്പീഡിൽ എല്ലാ റൂമിലും ചാടി കയറി നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടാവും. നമ്മൾ റെഡാണെങ്കിൽ ഒരു റൂം തുറന്ന് നോക്കുന്ന സമയത്ത് രണ്ട് പിഗുകൾ ഒരേപോലെ റോബോട്ടിനെ പോലെ സംസാരിക്കുന്നുണ്ടാവും. ഹലോ, എൻ്റെ പേര് പിഗ്. അപ്പോൾ അവൻ പറയും എൻ്റെ പേര് പിഗ് എന്നൊക്കെ പറയുകയാണ്. അത് കണ്ടിട്ട് ഇവൻ വാതിലടക്കാണോ ഒക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ റെഡും അവരൊരു സാധനം കാണുന്നത്. നമ്മുടെ ബോംബ് അവിടെ ഒരു ചുമരിൽ കുടുങ്ങി കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ ചൊക്ക റെഡിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ തലയാണോ വാലാണോ ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് പറയുന്നത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷിക്കുകയാണ് അവിടുന്ന്. അങ്ങനെ അവർ മുട്ടയുള്ള റൂമിൻ്റെ മുമ്പിൽ എത്തുകയാണ്. അവിടെ ആണെങ്കിൽ ഒരുപാട് പടന്മാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ റെഡ് നമ്മുടെ ചൊക്കിനോട് പറയണം, അവരുടെ ദിശ എങ്ങനെയും തെറ്റിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റെഡാണെങ്കിൽ സ്ലോ മോഷനിൽ വർത്തമാനം പറയുന്ന പോലെ നമ്മുടെ ചൊക്ക് സ്പീഡിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുവാണ്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവർ ആ റൂമിലോട്ട് കയറുകയാണ്. റൂമിലോട്ട് കയറുന്ന സമയത്ത് ആ മുട്ട എടുത്തുകൊണ്ട് പോവുമായിരിക്കും അവർ. അപ്പോൾ നമ്മുടെ റെഡാണെങ്കിൽ ഓടിച്ചാടി അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ആ വലയിൽ അങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ പിടിക്കുന്ന സമയത്ത് റെഡ് അവിടെ കുടുങ്ങി പോവുകയാണ്. ഇവർക്കൊന്നും വരാൻ പറ്റുന്നില്ല. അങ്ങനെ റെഡിനെ അവിടുന്ന് കൊണ്ടുപോവുകയാണ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുട്ടയും കൂടി. അങ്ങനെ സമയത്ത് നമ്മുടെ റെഡും നമ്മുടെ ബോംബും അതുപോലെ തന്നെ നമ്മുടെ ചൊക്കും കൂടി ആ റെഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും റെഡിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ പന്നികളാണെങ്കിൽ പാകം കുക്ക് ചെയ്യ് ഇപ്പം തന്നെ തിന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെഡാണെങ്കിൽ അവിടെ കുടുങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബോംബാണെങ്കിൽ ഒരു പൈപ്പിൻ്റെ മുകളിലൂടെ അവനെ രക്ഷിക്കാൻ വേണ്ടി ചാടി കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പൈപ്പ് അങ്ങ് പൊട്ടി വീഴുവാണ്. നമ്മളെല്ലാത്തിലും കാണുന്ന പോലെ പൈപ്പ് അങ്ങ് പൊട്ടി വീണ് അവന് പതക്കോ പറഞ്ഞ് താഴെ കിടക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചൊക്കാണെങ്കിൽ ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ചാടി കയറാൻ വേണ്ടി നോക്കുവാണ്. അവൻ സ്പീഡിൽ ബാക്കിൽ നിന്ന് ഓടി വന്ന ആ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് ചാടുകയാണ്. പക്ഷേ ആ പൈപ്പിൽ അങ്ങനെ നമ്മുടെ ബോംബാണെങ്കിൽ അവൻ അതിൻ്റെ ഉള്ളിലാക്കി ഊതുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഊതുന്ന സമയത്ത് അവന് പുറത്തോട്ടാണ്ട് വരികയാണ്. അവൻ്റെ കണ്ണൊക്കെ പുറത്ത് ചാടിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ്ട് വരികയാണ് നമ്മുടെ ചൊക്ക്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ അവിടെ കുടുങ്ങി പോവുകയാണ്. അങ്ങനെ കുടുങ്ങിയ സമയത്ത് അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് അവൻ്റെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈഗിൾ അങ്ങോട്ട് വരുന്നത്. ഈഗിൾ വന്നിട്ട് നമ്മളെ റെഡിനെയൊക്കെ രക്ഷിക്കുകയാണ്. റെഡിനെ രക്ഷിച്ചതിന് ശേഷം നമ്മളെ ഈഗിൾ അവിടെ നിന്നിട്ട് ഒരു മാസ് ഫൈറ്റ് തന്നെ നടത്തുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ഈഗിൾ അവിടുത്തെ എഗ്ഗ് എടുത്ത് കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചൊക്കും അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി പിടിക്കുവാണ്. അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു മുട്ട മാത്രം നിലത്തോട്ട് വീഴാണ്. അങ്ങനെ വീഴുന്ന സമയത്ത് നമ്മുടെ റെഡാണെങ്കിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി അതിന് ചാടുവാണ്.
അങ്ങനെ നമ്മുടെ റെഡിനെ ആണെങ്കിൽ അവിടുത്തെ പിഗുകൾ മൊത്തം വളഞ്ഞേക്കാണ് ആ മുട്ട തരാൻ വേണ്ടി പറഞ്ഞിട്ട്. പക്ഷേ റെഡ് കൊടുക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു പാചകം ചെയ്യാൻ വെച്ചിരുന്ന വെള്ളം അവിടെ ആ പാത്രം തട്ടി മറിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ റെഡ് അവിടുത്തെ പിഗുകളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് അവിടുന്ന്. അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് നമ്മുടെ ചൊക്കിനെയും ബോംബിനെയും കാണിക്കുന്ന അവരവിടെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോംബ് പറയുകയാണ് ഞാൻ എന്തായാലും അവനെ രക്ഷിച്ച് പറ്റും, എനിക്ക് പോകണം എന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ താഴത്തോട്ട് ചാടുകയാണ്. ആ താഴത്തോട്ട് ചാടുന്ന സമയത്ത് അവന് ഒരുപാട് വിമാനത്തുമൊക്കെ ഇടിച്ച് നേരെ താഴത്തോട്ട് ആ വിമാനം അവിടെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പോയി നിൽക്കുവാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ റെഡാണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്നതിലും അല്ല നമ്മുടെ ബോംബാണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അവനെ കൊണ്ട് അവൻ വിചാരിച്ചാൽ നടക്കില്ല. അവന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോംബാണെങ്കിൽ അവസാനം അവന് ദേഷ്യം പിടിച്ച് അവനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴാണ് വിമാനങ്ങളൊക്കെ അവൻ്റെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ അവനങ്ങ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആ ഭൂമി അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലവും ഠും എന്ന് പറഞ്ഞൊരു വലിയ സ്ഫോടനം തന്നെ അവിടെ നടക്കുവാണ്. അങ്ങനെ നമ്മുടെ റെഡിനെയും പിഗിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ഇതിന്മേൽ തൂങ്ങി പിടിച്ച് കിടക്കുകയായിരുന്നു. അത് പൊട്ടിച്ചാടി അവർ നേരെ താഴോട്ട് വീഴുകയാണ്. അങ്ങനെ അവരുടെ ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം അടിയിലോട്ട് വീഴുകയാണ്. അവിടെ വീണ് നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം ബോംബുകളായിരിക്കും. അവിടെ ബോംബുകൾ ഒരു കുന്നു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ബോംബുകളെ കൊണ്ട്. അങ്ങനെ അവസാനം അപ്പോഴാണ് ആ മുട്ട നമ്മുടെ പിഗിനെ കിട്ടുന്നത്. പിഗാണെങ്കിൽ ഒരു മെഴുകുതിരി എടുത്തിട്ട് ആ മുട്ട വേവിച്ച് കഴിക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മുടെ റെഡ് പറയുന്നുണ്ട് നീ അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ റെഡിന് ദേഷ്യം പിടിക്കുകയാണ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് റെഡാണെങ്കിൽ സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ മുകളിലുണ്ടായിരുന്ന ആ പാത്രം താഴോട്ട് വീഴുന്നത് നമ്മൾ റെഡിൻ്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ റെഡ് ഒരു പ്ലാനിലിടുകയാണ്. കാരണം അവനെ കൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് അവനക്ക് അതിൻ്റെ അകത്ത് കയറി രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ റെഡും അവിടെ തന്നെ നമ്മുടെ പിഗും ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ പിഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മെഴുകുതിരി ആ താഴോട്ട് പോവുകയാണ്. താഴെ മൊത്തം ബോംബാണല്ലോ, അപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കടന്നിട്ട് ആ ബോംബ് പൊട്ടാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ റെഡാണെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ കയറി രക്ഷപ്പെടുകയാണ്. നമ്മുടെ പിഗാണെങ്കിൽ അവിടെ കടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ അവൻ ചാവുന്നൊന്നുമില്ല, അവൻ അവിടെ രക്ഷപ്പെടുകയാണ് നമ്മുടെ പിഗ്. അങ്ങനെ ആ നാട് മൊത്തം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമ്മുടെ ബേഡ്സ് എല്ലാവരും ഫുൾ ഹാപ്പി ആയിട്ടാണ്. കാരണം അവരുടെ എല്ലാവരുടെയും എഗ്ഗ് അവർക്ക് കിട്ടി. പക്ഷേ ഒരു ബേഡിൻ്റെ മാത്രം എഗ്ഗ് കിട്ടുന്നില്ല. അവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ആ ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് ആ എഗ്ഗിൻ്റെ അകത്താണ്. അങ്ങനെ ആ എഗ്ഗ് അവരുടെ എല്ലാവരുടെയും കൈ കിട്ടിയിട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി മാത്രം സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ എഗ്ഗാണ് നമ്മുടെ റെഡിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മൾ റെഡിനെ തിരയുകയാണ്. കാരണം റെഡ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ റെഡ് മരിച്ചു പോയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ മരിച്ചു പോയെന്ന് വിചാരിച്ച് നമ്മൾ റെഡാണെങ്കിൽ എല്ലാവരും മരിച്ചു പോയെന്ന് വിചാരിക്കുകയാണ്. റെഡ് മരിച്ചു പോയെന്ന് എല്ലാവരും വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സങ്കടത്തോടെ തിരിച്ചു പോകാൻ നിൽക്കുവാണ്. കാരണം റെഡിൻ്റെ യാതൊരു ഡീറ്റെയിൽസും അവിടെ കിട്ടുന്നില്ല. അങ്ങനെ അവർ മരിച്ചു പോയെന്ന് വിചാരിച്ച് എല്ലാവരും തിരിഞ്ഞ് അവരുടെ നാട്ടിലോട്ട് നടക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മൂടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ റെഡിനെ ഒരു കുട്ടി അച്ചാന്ന് വിളിച്ചിരുന്നത്. ആ കുട്ടി മാത്രം റെഡിനെ കാണുവാണ്. അങ്ങനെ റെഡിനെ കാണുന്ന സമയത്ത് ആ കുട്ടി അച്ഛാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. നമ്മുടെ റെഡാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഹീറോയെ പോലെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ റെഡിൻ്റെ കയ്യിലാണെങ്കിൽ ആ മുട്ടയും ഉണ്ടാവും. ആ മുട്ട വിരിഞ്ഞിട്ടുണ്ടാവും. ആ മുട്ടയുടെ അകത്ത് 3 കുഞ്ഞുങ്ങളും ഉണ്ടാവും. ആ 3 കുഞ്ഞുങ്ങളാണ് നമ്മുടെ ആക്രി ബേർഡ്സ് ഗെയിമിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ 3 പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ 3 കുഞ്ഞുങ്ങളാണ്. അങ്ങനെ നമ്മുടെ റെഡാണെങ്കിൽ ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ബോംബും അതുപോലെ തന്നെ ചൊക്കൊക്കെ പറയുന്നുണ്ട് മുത്തേ നീ പൊളിച്ചടിക്കട കരളെ അവരുടെ അങ്ങനെ ഫാമിലി ആണെങ്കിൽ ആ വരും. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ വിഷമിച്ചിരിക്കുക. കാരണം അവർക്ക് മാത്രം മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് മുട്ട. അങ്ങനെ അവർ സന്തോഷമാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നമ്മുടെ റെഡ് ഒറ്റപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ റെഡ്. പക്ഷേ ഇവരാണെങ്കിൽ റെഡിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ റെഡിൻ്റെ അതുപോലത്തെ വീട് ഇവരുടെ ഗ്രാമത്തിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ റെഡിനാണെങ്കിൽ അവരെല്ലാവരും ആ വീട് കൊടുക്കുകയാണ്. നമ്മുടെ റെഡിന് വളരെ 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 സന്തോഷമാവുകയാണ് റെഡിന്. അങ്ങനെ നമ്മുടെ മറ്റേ ബോംബും അതുപോലെ തന്നെ നമ്മുടെ ചൊക്കും നമ്മൾ റെഡിനോട് വന്ന് പറയുകയാണ് ഇനി നമുക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് റെഡ് പറയുകയാണ് ഒരുമിച്ചോ നിങ്ങളൊന്ന് പോടഞ്ഞു. നമ്മൾ റെഡ് ഒടുക്കത്തെ ഡിമാൻഡ്, നിങ്ങളൊന്ന് പോടർക്കന്മാരെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലടക്കമാണ് അതിൻ്റെ അകത്ത് കയറിയിട്ട്. അപ്പം നമ്മുടെ ബോംബ് പറയുകയാണ് അവൻ പിന്നെയും പഴയ പോലെ തന്നെ അവന് മാറുന്ന പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബോംബ്. നിൽക്കുന്ന സമയത്ത് അവൻ വാതിൽ തുറക്കുവാണ്. വാതിൽ തുറന്നിട്ട് പറയാം നിങ്ങളല്ലേ ചങ്ക് നൻപ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുവാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അവർ വീട്ടിനകത്തോട്ട് കയറുവാണ്.
അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും നമ്മളെ റെഡിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഒരുപാട് നിങ്ങളാണ് ഹീറോ, നിങ്ങൾ തന്നെ ഹീറോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുകയാണ്. റെഡിന് വളരെ ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ റെഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എങ്കിലും ഇഷ്ടപ്പെടുകയാണ് നമ്മൾ റെഡിന്. അങ്ങനെ അവിടെ കട്ട് ചെയ്യുകയാണ്. ഈ മൂവി അതിമനോഹരമായിട്ട് തന്നെ അവസാനിക്കുകയാണ്. അങ്ങനെ അവസാനം ആ മൂവിയുടെ ടൈറ്റിലൊക്കെ ഇട്ട് അവസാനം നമ്മുടെ ആ കുഞ്ഞുങ്ങളെ കാണിക്കുകയാണ്, ആ 3 കുഞ്ഞുങ്ങളെ. അവരാണെങ്കിൽ ആ ചവണയുടെ ഉള്ളിലോട്ട് വീണ്ടും കയറുവാണ്. അങ്ങനെ കയറി അവസാനം അവർ കടലിലോട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ മൂവി നിങ്ങൾക്ക് ഏത് പുതിയ മൂവി വേണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ നമ്മൾ അതിൽ മാർവൽ സീരീസ് പോലത്തെ മൂവീസാണ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തോ ഒരു സാഹചര്യത്തിൽ കാരണം ഞാൻ അതിൻ്റെ 2-3 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മൂവി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.